Hi dear students, LJ from RKNX, NCERT Reader രണ്ടാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. A 600 picofarad capacitor is charged by 200 volt supply. കപ്പാസിറ്ററിന്റെ വാല്യൂ തന്നിരിക്കുന്നു 600 picofarad. Potential difference 200 volts. It is then disconnected from the supply and is connected to another uncharged 600 picofarad capacitor. അപ്പോൾ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ വാല്യൂവും 600 തന്നെയാണ്. അൺചാർജ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, അൺചാർജ്ഡ് എന്ന് എപ്പോൾ കാൽക്കുലേഷനിൽ കണ്ടു കഴിഞ്ഞാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ബി ടേക്കൺ ആസ് 0. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ പ്രോസസ്. എനർജി ലോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഹാഫ് ഇൻറ്റു C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഹാഫ് ഇൻറ്റു രണ്ട് കപ്പാസിറ്റേഴ്സും ഐഡൻറ്റിക്കൽ ആണ്. ഒന്നാമത്തെ ആൾ 600, രണ്ടാമത്തെ ആളും 600 തന്നെ. അപ്പോൾ രണ്ടുപേരെ നമുക്ക് സി എന്ന് തന്നെ വിളിക്കാം. സോ സി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ സി പ്ലസ് സി ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്നാമത്തെ ആളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ വി എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ആൾക്ക് 0. സോ വി മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ന്യൂമറേറ്ററിൽ സി ഇൻറ്റു സി, സി സ്ക്വയർ, ഡിനോമിനേറ്ററിൽ സി പ്ലസ് സി, 2c. സോ സി സ്ക്വയർ ബൈ 2c ഇൻറ്റു വി സ്ക്വയർ. സിയും സിയും ക്യാൻസൽ ചെയ്തു. ഫൈനലി നമ്മുടെ സിംപ്ലിഫൈഡ് ഇക്വേഷൻ 1/4 സി വി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1/4 ഇൻറ്റു കപ്പാസിറ്റൻസ് വാല്യൂ 600 ഇൻറ്റു 10⁻⁻12 picofarad. Pico is 10⁻⁻12 ഇൻറ്റു വി സ്ക്വയർ. പൊട്ടൻഷ്യൽ സ്ക്വയർ ഇസ് 200 സ്ക്വയർ. 4 and 60 കട്ട് ചെയ്യുന്ന സമയത്ത് 15 കിട്ടും. ഫൈനലി 150 ഇൻറ്റു 200 സ്ക്വയർ. 200 സ്ക്വയർ ഇസ് 40,000 ഇൻറ്റു 10⁻⁻12. സിംപ്ലിഫൈ ചെയ്താൽ 15 ഇൻറ്റു 4 60, ദെൻ 1 2 3 4 5, 5 0 കൂടി എഴുതണം. 3 4 5 ഇൻറ്റു 10⁻⁻12. 6 പ്ലേസുകൾ ഇടതുവശത്തേക്ക് എടുത്താൽ ഫൈനലി നമ്മുടെ ആൻസർ 10⁻6 ഇൻറ്റു 10⁻⁻6 ജൂൾസ് എന്ന് കിട്ടും, അല്ലെങ്കിൽ 6 മൈക്രോ ജൂൾസ് എന്ന് കിട്ടും. ഇതാണ് എനർജി ലോസ് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.